നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ചെറുതായിട്ട് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ഒരുപാട് മോളിക്യൂളുകളും കോമ്പൗണ്ടുകളും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങളെ ആ കോമ്പൗണ്ടിൽ ചേർത്ത് നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സിന് നമ്മൾ പറഞ്ഞ പേരാണ് കെമിക്കൽ ബോണ്ട്, അല്ലേ? കെമിക്കൽ ബോണ്ട് ഈസ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾഡ് ദി വേരിയസ് എലമെന്റ്സ് ഇൻ എ മോളിക്യൂൾ ടുഗദർ. ഇനി അപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടായ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തിനാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത്? നമ്മൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു. എന്താണ്? ഇൻ ഓർഡർ ടു അറ്റൈൻ സ്റ്റെബിലിറ്റി, അല്ലേ? സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന വലിയൊരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഒറ്റക്ക് നിൽക്കാതെ പരസ്പരം കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നു, കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നത്? എന്തായിരുന്നു ഉത്തരം? കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ 8 ഇലക്ട്രോണുകൾ വരുന്നു. അതായത് ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടുന്നു. അങ്ങനെ ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടുമ്പോഴാണ് അവർക്ക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്ന ആ സംഭവം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങൾ പരസ്പരം കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെ? കെമിക്കൽ ബോണ്ട് വഴി. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെ സ്റ്റെബിലിറ്റി കിട്ടുന്നു? പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഷെല്ലില്, ആറ്റങ്ങളുടെ അവസാനത്തെ ഷെല്ലില് എന്ത് വരുന്നു? 8 ഇലക്ട്രോൺ എന്നുള്ള കോൺഫിഗറേഷൻ വരുന്നു. അപ്പോൾ വളരെ ചുരുക്കിയിട്ട് നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ആറ്റംസ് ഓഫ് വേരിയസ് എലമെന്റ്സ് കമ്പൈൻ ടുഗദർ to form molecule or compound to attain stability by attaining 8 electrons in their outermost shell. ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ 8 ഇലക്ട്രോണുകൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ആറ്റങ്ങൾ ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? കെമിക്കൽ കോമ്പിനേഷനിൽ ഏർപ്പെടുന്നു. അപ്പൊ ഏതൊക്കെ രീതിയിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അവർക്ക് അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കിട്ടുന്നത്? ഉത്തരം 2 രീതിയിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ഒന്നാമത്തെ രീതി വളരെ വ്യക്തമായിട്ട്, സ്പഷ്ടമായിട്ട്, ക്ലിയർ ആയിട്ട് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഒന്നാമത്തെ രീതിയുടെ പേര്? യെസ്, എന്താണ്? അയോണിക് ബോണ്ടിങ്. അയോണിക് ബോണ്ടിങ്. അവിടെ എന്താ സംഭവിച്ചതെന്ന് കുഞ്ഞാണെന്ന് ഓർത്ത് നോക്കിയേ. യെസ്, എന്താണ്? ഒരാറ്റം ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, മറ്റൊരാറ്റം ആ ലോസ് ചെയ്ത ഇലക്ട്രോണെ ഗെയിൻ ചെയ്യുന്നു. ഒരാൾ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, മറ്റൊരാൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. ഇലക്ട്രോൺ ലോസ് ചെയ്ത അയാൾക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു, അതായത് അയാൾ കാറ്റയോൺ ആയിട്ട് മാറുന്നു. ഇലക്ട്രോൺ ഗെയിൻ ചെയ്ത ആൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു, അതായത് അയാൾ ആനയോൺ ആയിട്ട് മാറുന്നു. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കിടയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ആ ഫോഴ്സിനാൽ അവർ പരസ്പരം കമ്പൈൻ ചെയ്യപ്പെടുന്നു, അതായത് മോളിക്യൂളായിട്ട് മാറുന്നു. അയോണുകളെ ഇങ്ങനെ പരസ്പരം ചേർത്ത് നിർത്തുന്ന കെമിക്കൽ ബോണ്ടിന് പറയുന്ന പേരാണ് അയോണിക് ബോണ്ട്. So what is ionic bond? Ionic bond is the bond which hold ions, oppositely charged ions in a molecule together. അതെങ്ങനെയാ ഉണ്ടായത്? This bond is actually formed by the transfer of electron. ഒരാൾ മറ്റൊരാളിലേക്ക് ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴിയാണ് ആ ബോണ്ട് ഫോം ചെയ്തത്. ഇത്രയാണ് കുഞ്ഞോളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ പുതിയ സെക്ഷനിലേക്ക് പോവാണ്. നന്നായി ശ്രദ്ധിക്കണം, മാഷ നല്ലോണം കേൾക്കണം. നമ്മൾ കുറച്ച് മോളിക്യൂളുകൾ എഴുതാൻ വേണ്ടി പോവാണ്. എക്സാമ്പിൾ, F2 ഫ്ലൂറിന്റെ മോളിക്യൂളാണ്. H2 ഹൈഡ്രജന്റെ മോളിക്യൂളാണ്. Cl2 ക്ലോറിന്റെ മോളിക്യൂളാണ്. O2 ഓക്സിജൻ മോളിക്യൂൾ. N2 നൈട്രജൻ മോളിക്യൂൾ. അപ്പൊ ഞാൻ അവിടെ മുകളിൽ എഴുതിയിട്ടുള്ളത് ആറ്റങ്ങളല്ലല്ലോ, അത് മോളിക്യൂൾസ് അല്ലേ? എങ്ങനെ? ഈ മോളിക്യൂളിൽ 2 ഫ്ലൂറിൻ ആറ്റങ്ങളാണ് ഉള്ളത്.
അപ്പൊ രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ കെമിക്കൽ ബോണ്ട് വഴി കമ്പൈൻ ചെയ്തിട്ടുണ്ടായ ഫ്ലൂറിൻ മോളിക്യൂളാണ് ഇത്. H2 രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കെമിക്കൽ കോമ്പിനേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടായത്. അതേപോലെ രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ, രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ, രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ടായതാണ് ഈ പറയപ്പെട്ട മോളിക്യൂൾസ്. നമ്മുടെ ക്വസ്റ്റ്യൻ, ഈ പറയപ്പെട്ട മോളിക്യൂളിൽ ഉള്ളത്, ആ മോളിക്യൂളിലുള്ള കെമിക്കൽ ബോണ്ടിങ് അല്ലെങ്കിൽ കെമിക്കൽ ബോണ്ട് അത് അയോണിക് ബോണ്ടാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കേൾക്കണം. അപ്പൊ ആദ്യം ഫ്ലൂറിൻ തന്നെ എടുക്കാം. ഫ്ലൂറിൻ ഉണ്ടായത് എങ്ങനെയായിരിക്കും? F2 എന്നുള്ള മോളിക്യൂൾ ഉണ്ടായത് എങ്ങനെയായിരിക്കും? എന്താ നിസ്സംശയം പറയാം, രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ഈ രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ എങ്ങനെ കമ്പൈൻ ചെയ്തു നമുക്ക് നോക്കാം. അതിന് ആ രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കുഞ്ഞോള് പറ. യെസ്, ഫ്ലൂറിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 9. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2 7. ഇതിന്റെയോ 2 7. അങ്ങനെയാണെങ്കിൽ എത്രയാണ് ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ? 7. ഇവിടെയോ 7. അപ്പോൾ നമുക്ക് അതിന്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാം. നോക്കിക്കോ. അതായത് ഇതിന്റെ ലാസ്റ്റ് ഷെല്ലിലുള്ള 7 ഇലക്ട്രോൺസ് ഡോട്ട് ആയിട്ട് കാണിക്കാം. 7. ഇതിന്റെ ലാസ്റ്റ് ഷെല്ലിലുള്ള 7 ഇലക്ട്രോൺസ് ഡോട്ട് ആയിട്ട് കാണിക്കാം. 4 6 7. അപ്പൊ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരച്ചു. ഇനി പറ, എന്താ ഇതിന് ഒബ്ജക്റ്റ് കംപ്ലീറ്റ് ആവാൻ എത്ര ഇലക്ട്രോൺ വേണം? 1 ഇലക്ട്രോൺ വേണം. ഇതിന് എത്ര വേണം? 1 ഇലക്ട്രോൺ വേണം. ഇനി നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഇതെന്താ ഈ 1 ഇലക്ട്രോൺ ഇത് ലോസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇത് ലോസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇത് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 8 ഇലക്ട്രോൺ ആകുമോ? ഇല്ല. അതുകൊണ്ട് ഇതൊരിക്കലും ഇലക്ട്രോൺ ലോസ് ചെയ്യില്ല. അതേപോലെ ഇതിന് ലോസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ലോസ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുക്കുകയോ ഇത് ലോസ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുക്കുകയോ ചെയ്യില്ല. അതായത് ഇവർ പരസ്പരം ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യതയില്ല. ഒരാൾ ലോസ് ചെയ്യുകയും മറ്റൊരാൾ ഗെയിൻ ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യത ഇവിടെ ഇല്ല. എന്തേ? ഇലക്ട്രോൺ ഒരാൾ ലോസ് ചെയ്യുന്നത് വഴി അയാൾ കിട്ടാകുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഈ രണ്ടെണ്ണം ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴി കമ്പൈൻ ചെയ്യില്ല. എന്ന് പറഞ്ഞാൽ അവിടെ അയോണിക് ബോണ്ട് ഫോം ചെയ്യില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ കൊടുക്കൽ വാങ്ങൽ അത് നടക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പോ ഈ ഫ്ലൂറിനോട് പറഞ്ഞു, അല്ല ഫ്ലൂറിനെ, നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? നമുക്ക് സ്റ്റെബിലിറ്റി വേണ്ടേ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക വാങ്ങുക ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് സ്റ്റെബിലിറ്റി കിട്ടത്തില്ല. അപ്പൊ എന്താ ചെയ്യാ? ഞാനൊരു വഴി പറഞ്ഞുതരാം. ഈ ഫ്ലൂറിൻ ഇയാളോട് പറയാം, ഞാൻ എൻ്റെ ഒരു ഇലക്ട്രോൺ നിനക്ക് തരാം. അപ്പൊ എനിക്ക് എട്ടായില്ലേ? നീ നിന്റെ ഒരു ഇലക്ട്രോൺ എനിക്ക് താ, അപ്പൊ എനിക്ക് എട്ടായി. എന്നാണ് നിന്റെ ഒരു ഇലക്ട്രോൺ എനിക്ക് താ, അപ്പൊ എനിക്ക് എട്ടായി. ഞാൻ എൻ്റെ ഒരു ഇലക്ട്രോൺ നിനക്ക് തരാം, അപ്പൊ നിനക്ക് എട്ടാവുമല്ലോ. കൺഫ്യൂഷനായ? അതെങ്ങനെ മാഷെ? അയാൾ അങ്ങോട്ട് കൊടുത്തു, ഇയാൾ ഇങ്ങോട്ട് കൊടുത്തു. അപ്പൊ എങ്ങനെ? അതെങ്ങനെ? നോക്കോ. അതാണ് മാഷ് കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോ? നോക്കോ, ആ പറഞ്ഞതിന്റെ പൊരുൾ എന്താ നോക്കോ. ഫ്ലൂറിന്റെ 7 ഇലക്ട്രോൺസ് 1 2 3 4 5 6. ഓക്കേ, then രണ്ടാമത്തെ ഫ്ലൂറിന് ആ ഫ്ലൂറിന്റെ 7 ഇലക്ട്രോൺസ് 1 3 5 7. ഓക്കെ, ആ പറഞ്ഞത് എങ്ങനെ നോക്കോ. ഈ ഫ്ലൂറിൻ പറഞ്ഞു നിന്റെ ഈ ഒരു ഇലക്ട്രോൺ എനിക്ക് താ വാങ്ങി. ഇപ്പൊ എനിക്ക് 8ആയല്ലോ. 2 4 6 8. എന്റെ ഈ ഒരു ഇലക്ട്രോൺ ഇല്ല, അത് നീ എടുത്തോ. അപ്പൊ ഇയാൾക്ക് എത്ര? 2 4 6 8. യെസ്, 2 പേർക്കും 8ആയി. അവസാനത്തെ ഷെല്ലിൽ 8ആയി.
ഈ 2 ഇലക്ട്രോൺ എന്തിനറിയാവോ? ഇനി ഇയാൾക്ക് മാത്രം സ്വന്തമല്ല, ഈ 2 ഇലക്ട്രോൺ ഇയാളുടേതുമാണ്. അതായത് അവർ ഇലക്ട്രോണുകൾ ഒരാൾക്ക് കൊടുക്കുക മറ്റൊരാൾ വാങ്ങുക എന്ന് ചെയ്യുന്നതിന് പകരം ഉള്ളത് പരസ്പരം പങ്കുവെച്ചു. എന്താണ് ഉള്ളത്? പരസ്പരം ഷെയർ ചെയ്തിട്ട് അവർ പേരായി. എന്താണ്? ഷെയർ ചെയ്തിട്ട് അവർ പേരായി. ഉള്ളത് പങ്കുവെച്ച് അവർ പങ്കാളികളായി. ഓക്കെ, അതായത് അവര് പരസ്പരം കൈ കൊടുത്തു. ഇതാ, ഒരു ക്ലോറിന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, മറ്റേ ക്ലോറിന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. അവര് പരസ്പരം ഇതിങ്ങനെ പങ്കുവെച്ചു ഇലക്ട്രോണുകളെ. അങ്ങനെ അവർക്ക് 2 പേർക്കും അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളായി. നേരത്തെ പറഞ്ഞ അയോണിക് ബോണ്ടിൽ നിന്നുള്ള വ്യത്യാസം നോക്കടാ. സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയാളെ കയ്യിലുള്ളത് ക്ലോറിന് കൊടുത്തു, പിന്നെ സോഡിയത്തിന് ഇല്ലാതെ അത് ക്ലോറിൻ വാങ്ങി. ഇവിടെ അങ്ങനെയല്ല, ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതല്ല, ഷെയർ ചെയ്യുകയാണ്. ഈ 2 ഇലക്ട്രോൺ ഇയാളുടേത് മാത്രമല്ല 2 പേരുടേത് കൂടിയാണ്. അങ്ങനെ അവർ ഷെയർ ചെയ്തിട്ട് പേരായി. ക്ലിയർ ആയോ? അങ്ങനെ അവർക്കിടയിൽ ഒരു ബോണ്ട് ഉണ്ടായി. അവർ കൂടിച്ചേർന്നത്, അവരെ പരസ്പരം കൂട്ടിച്ചേർത്തു. എങ്ങനെ? ഇലക്ട്രോൺ ഷെയറിംഗ് വഴി അവർ പരസ്പരം കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെ ഇലക്ട്രോണുകളുടെ മ്യൂച്വൽ ഷെയറിംഗ് എന്ന് പറയാൻ കാരണമുണ്ട്. ഒരാൾ മാത്രം ഷെയർ ചെയ്യും. സാധാരണ പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. 2 പേരും ആ പങ്കുവെക്കലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അല്ലെങ്കിലോ ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, മറ്റൊരാൾക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. ഇവിടെ അങ്ങനെയല്ല. എങ്ങനെ? 2 പേരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. മ്യൂച്വൽ ഷെയറിംഗ് ആണ്. ഞാൻ അങ്ങോട്ടൊന്ന് കൊടുത്താൽ അയാളൊന്നും ഇങ്ങോട്ട് തരും. ഇങ്ങനെ ഇലക്ട്രോണുകളുടെ പങ്കുവെക്കൽ വഴി, ഷെയറിംഗ് വഴി പുതിയ തരത്തിലുള്ളൊരു ബോണ്ട് ഫോം ചെയ്യാം. ഇതാണ് 8 ഇലക്ട്രോൺ കിട്ടാനുള്ള രണ്ടാമത്തെ വഴി. ഈ വഴിയുടെ പേരാണ് കോവാലന്റ് ബോണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ടാമത്തത് പറഞ്ഞു, കോവാലന്റ് ബോണ്ട്. ക്ലിയർ? അപ്പോ കോവാലന്റ് ബോണ്ട് വഴി ഫ്ലൂറിൻ എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലിയർ അല്ലേ? ഇതെങ്ങനെ ഉണ്ടായിരുന്നു? ക്ലിയർ അല്ലേ? ഇനി ഇതേപോലെ കുഞ്ഞോളം ഓക്സിജന്റെ നമുക്ക് നോക്കാം. ഓക്കെ, കേൾക്കണേ, ശ്രദ്ധിക്കണം. അപ്പൊ ഒന്നുകൂടി നിങ്ങൾ പറയാം, എന്താണ് കോവാലന്റ് ബോണ്ട്? ഇറ്റ് ഈസ് എ ബോണ്ട് ഫോംഡ് ബൈ ദി മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. എന്താണ് അയോണിക് ബോണ്ടിൽ നിന്നുള്ള വ്യത്യാസം? അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയാണ് ഉണ്ടാകുന്നത്, ഇവിടെ ഇലക്ട്രോണിന്റെ ഷെയറിംഗ് വഴിയാണ് ഉണ്ടാകുന്നത്. രണ്ടാണ്. ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വഴി, ഇലക്ട്രോണിന്റെ ഷെയറിംഗ് വഴി. ട്രാൻസ്ഫർ വഴി ഉണ്ടാകുന്നത് അയോണിക് ബോണ്ടിങ്, ഷെയറിംഗ് വഴി ഉണ്ടാകുന്നത് കോവാലന്റ് ബോണ്ടിങ്. ഓക്കെ, ഇനി നമുക്ക് ഓക്സിജനിലേക്ക് പോകാം, O2 പോകാം. അവിടെ നോക്കിക്കോ കുഞ്ഞോളെ, ഓരോ ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എത്രയാ? 8. എങ്കിൽ പറയൂ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. യെസ്, എന്താണ്? 2 6. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാം. എത്രയാണ് ലാസ്റ്റ് ഷെല്ലിൽ? 6 ഇലക്ട്രോൺ അല്ലേ? 1 2 3 4 5 6. ഓക്കെ, ഇനി ഇതേപോലെ O2 നമ്മൾ 2 ഓക്സിജൻ ഇല്ലേ? അപ്പൊ രണ്ടാമത്തെ ഓക്സിജനില് അങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 6 അല്ലേ? 2 4 6. അവര് കമ്പൈൻ ചെയ്യണം. എന്തിനാ കമ്പൈൻ ചെയ്യുന്നത്? ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടാൻ. അപ്പൊ നോക്കടാ കുഞ്ഞോളെ, ഇതിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 6 അല്ലേ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ അവർക്ക് ഓരോരുത്തർക്ക് എത്ര വേണം? 2 ഇലക്ട്രോൺ വീതം വേണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്താൽ മതി. അതായത് ഈ ഓക്സിജൻ ഇയാളിൽ നിന്ന് 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുക, ഈ ഓക്സിജനിൽ നിന്ന് 2 ഇലക്ട്രോൺ ഷെയർ ചെയ്യുക. നമുക്ക് അതുപോലെ അത് വരക്കാം. നോക്കോ, ഇവിടെ 1 ഇലക്ട്രോൺ അല്ലേ ഷെയർ ചെയ്തത്? ഓരോ ഇലക്ട്രോണുകൾ വീതമല്ലേ ഷെയർ ചെയ്തത്? ഇവിടെ എന്ത് ചെയ്താൽ മതി? 8 ആവാന്. ഇവിടെ 7 ഉണ്ടായത്, അതുകൊണ്ട് ഓരോ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തപ്പോൾ 8 ആയി. ഇവിടെ എത്രയുള്ളത്? 6 അല്ലേ ഉള്ളത്? അപ്പൊ 8 ആവണമെങ്കിൽ എത്ര വേണം? 2 ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യണം. ഓക്കെ, നോക്കാം.
ഓക്സിജൻ, രണ്ടാമത്തെ ഓക്സിജൻ. ഈ ഓക്സിജന്റെ 2 ഇലക്ട്രോൺ 4 6. ഈ ഓക്സിജന്റെ 2 ഇലക്ട്രോൺ 4 6. എന്ത് ചെയ്താൽ മതി? യെസ്, എന്താണ് ഇതാ 2 ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തു. ഇനി നോക്കൂ കുഞ്ഞോളെ, എത്രയായി ഓക്സിജൻ? എത്രയായി? 2 4 6 8. അപ്പൊ ഈ ഓക്സിജൻ ഇലക്ട്രോൺ ആയി അല്ലേ? ഇനി ഇതേപോലെ എന്ത് ചെയ്യാം? അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിയാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും കൊടുക്കണം. ഓക്കെ, അപ്പൊ നോക്കിക്കാ, ഷെയറിംഗ് നോക്കിക്കോ, മ്യൂച്വൽ ആവണം. ഷെയറിംഗ് മ്യൂച്വൽ ആവണം. അതാ ഈ ഓക്സിജനെ നോക്കിക്കോ, 2 4 6 8. അപ്പൊ 2 പേർക്കും 8 എണ്ണം വീതം അവസാനത്തെ ഷെല്ലിൽ വന്നല്ലോ. സ്റ്റെബിലിറ്റി ആയില്ലേ? അപ്പൊ ഇവിടെ ഉണ്ടായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണോ? അല്ല, ഇവിടെയും ഇലക്ട്രോൺ ഷെയറിംഗ് തന്നെയാണ്. അതായത് O2 എന്ന് പറയുന്ന മോളിക്യൂളിലും ഉള്ളത് എന്ത് തന്നെയാണ്? കോവാലന്റ് ബോണ്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ 1 ഇലക്ട്രോൺ പെയർ ആണ് ഷെയർ ചെയ്തത്. 2 ഇലക്ട്രോണുകൾ, അതായത് 1 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തു. ഇവിടെയോ 4 ഇലക്ട്രോണുകൾ, അതായത് 2 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തു. നമുക്ക് ഇവിടെ നോക്കാം, N2 കേസിൽ നോക്കാം. N2 നമ്മൾ 2 നൈട്രജൻ ആറ്റങ്ങളല്ലേ കുഞ്ഞോളെ? ആണല്ലോ. ഇതാ N2, 2 നൈട്രജൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യണം. ഇനി പറയാം എങ്ങനെ കോമ്പിനേഷൻ നടക്കുന്നു പറയണ്ടേ? എങ്കിൽ പറയും എന്താണ് നൈട്രജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? അറ്റോമിക് നമ്പർ എത്രയാ? 7. അങ്ങനെയാണെങ്കിൽ 2 5. ഇവിടെയോ 2 5. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിയല്ലോ. 5 അവസാനത്തെ ഷെല്ലിലുള്ളത്. 5 അവസാനത്തെ ഷെല്ലിലുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ഡോട്ട് വരക്കാം? ഡോട്ട് ഡയഗ്രാം എങ്ങനെ വരക്കാം? 1 2 3 4 5 അല്ലെ? ഈ നൈട്രജനോ 1 2 3 4 5. എത്ര വേണം? 3 എണ്ണം വേണം. ഇതിന് 3 എണ്ണം വേണം. അപ്പൊ അവരെന്ത് ചെയ്യും? 3 എണ്ണം ഷെയർ ചെയ്യും അല്ലെ? നേരത്തെ ഓരോന്ന് വീതം ഷെയർ ചെയ്തു, 2 വീതം ഷെയർ ചെയ്തു, 3 വീതം ഷെയർ ചെയ്താൽ 8 ആകും ഇവിടെ. അപ്പൊ നോക്കാം, നമുക്ക് ആ ഷെയറിംഗ് നോക്കാം. N 1 2 3 4 5. 1 2 3 4 5. ഓക്കെ, നോക്കിക്കോളൂ. അതാ 8 ആയില്ലേ? 3 6 8. ഇത് നോക്കോ, ഇതാ 8 ആയി. 3 6 8 അല്ലേ? അങ്ങനെ 8 ഇലക്ട്രോണുകൾ അതിന്റെ അവസാനത്തെ ഷെല്ലിൽ ആയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് കുഞ്ഞോളെ കോവാലന്റ് ബോണ്ട് ഉണ്ടാകുന്നത്. So covalent bonds are formed by the mutual sharing of electrons between the combining atoms. ഇനി അതിൽപ്പെട്ട 3 പ്രധാനപ്പെട്ട ടേമുകൾ മാഷ് നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നോക്ക്, ഇവിടെ കോവാലന്റ് ബോണ്ട് എങ്ങനെയാ ഉണ്ടായത്? 1 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടല്ലേ? 1 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടല്ലേ? 1 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടുണ്ടാകുന്ന കോവാലന്റ് ബോണ്ടുകളെ പറഞ്ഞ പേരാണ് സിംഗിൾ ബോണ്ട്. എന്ത് ബോണ്ട്? സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട്. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കും. ആ ഷെയർ ചെയ്ത ഇലക്ട്രോണുകൾ ഉണ്ടല്ലോ, ഓക്കെ, അത് എങ്ങനെ കാണിക്കാന്ന് അറിയാവോ? നോക്ക്, ഇതാ ഈ ഷെയർ ചെയ്ത 1 ഇലക്ട്രോൺ പെയർ ഉണ്ടല്ലോ, അതിനൊരു സോളിഡ് ലൈൻ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുക. ഒരു ലൈൻ, ഒരു സിംഗിൾ ലൈൻ ഇതെങ്ങനെ കാണിക്കും. അതായത് ഈ 2 ഫ്ലൂയിഡുകളെ പരസ്പരം കെട്ടിയിട്ട കയറാണ്. ആ കയറിന്റെ അറ്റങ്ങളിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. ഓക്കെ, അവ സിംഗിൾ ബോണ്ട് കാണിക്കുന്നത് നിങ്ങളായില്ലേ? ഇനി എങ്ങനെയാണ് കേട്ടോ? ഇവിടെ നിന്നാണ് 2 ഇലക്ട്രോൺ പെയറുകൾ ഷെയർ ചെയ്തില്ലേ? 2 ഇലക്ട്രോൺ പെയറുകൾ ഷെയർ ചെയ്താൽ അതിന്റെ പേരാണ് ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ട് അതെങ്ങനെ കാണിക്കുന്നത് അറിയാവോ? നോക്കോ,
ഓ ഓ ഓരോ ഇലക്ട്രോൺ പെയറുകളും ഓരോ ലൈൻ വെച്ചിട്ട് കാണിക്കാം. അപ്പൊ രണ്ട് പാരലൽ ലൈൻസ് കാണിക്കണം. രണ്ട് പാരലൽ ലൈൻസ് O2. ഇനി ഇവിടെ എന്താണ് 3 ഇലക്ട്രോൺ പെയറുകൾ ഷെയർ ചെയ്തില്ലേ? 3 ഇലക്ട്രോൺ പെയറുകൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന കോവാലന്റ് ബോണ്ടാണ് ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ഓർ ട്രിപ്പിൾ ബോണ്ട്. ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ, അതെങ്ങനെ കാണിക്കുന്ന അറിയാവോ? ഓരോ പെയറിനെയും ഓരോ ലൈൻ ഉപയോഗിച്ചിട്ട് ടോട്ടൽ 3 പാരലൽ ലൈൻസ് കാണിക്കുക. അപ്പൊ എങ്ങനെ? N ട്രിപ്പിൾ ബോണ്ട് N. ഇതിനെ ഒന്നുകൂടി ചുരുക്കി കാണിക്കുന്നതാണ് F2 O2 N2. ഇപ്പൊ കുഞ്ഞൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്താണ് കോവാലന്റ് ബോണ്ട് എന്നുള്ള കാര്യം. Okay, so a covalent bond is formed by the mutual sharing of electrons between the atoms. Okay, if the atoms share one electron pair, then the covalent bond formed is called single bond. If it is 2, it is called double bond. If it is 3, it is called triple bond. Okay, our triple bond in example ആണ് N2 molecule. The double bond in example ആണ് O2 molecule. Single bond in example ആണ് F2 molecule. ഓക്കെ, ഇനി ഈ പറഞ്ഞതിൽ ഈ മുകളിലത്തെ രണ്ടെണ്ണം കൂടി ഇല്ലേ, അത് ഏത് ബോണ്ടാണെന്ന് നോക്കാം. കോവാലന്റ് ബോണ്ട് തന്നെയാണ്. അത് സിംഗിൾ ആണോ ഡബിൾ ആണോ ട്രിപ്പിൾ ആണോ എന്ന് നോക്കാം. H2 നും Cl2 നും. ഓക്കെ, H2 ന്റെ കേസിൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങളല്ലേ കുഞ്ഞുങ്ങളുള്ളത്? അല്ലേ, 2 ഹൈഡ്രജൻ ആറ്റങ്ങളല്ലേ? ഓരോ ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? യെസ്, 1 മാത്രം. 1. അതുകൊണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? 1. ഇവിടെ എന്താ? 1. എത്ര ലാസ്റ്റ് ഷെല്ലിൽ അപ്പൊ ഇലക്ട്രോൺ? 1. ലാസ്റ്റ് ഷെല്ല് എത്രാമത്തെ ഷെല്ലാ? ആദ്യത്തെ ഷെല്ലാണല്ലേ. ആദ്യത്തെ ഷെല്ലില് 2 ഇലക്ട്രോണേ പിടിക്കത്തുള്ളൂ. അതായത് 8 ഇലക്ട്രോൺ വേണ്ട. അവിടെ എന്താ വേണ്ടത്? ഡുപ്ലറ്റ് കോൺഫിഗറേഷൻ ആണ്, ഒക്ടറ്റ് കോൺഫിഗറേഷൻ അല്ല. കാരണം ആകെ ഒരു ഷെല്ലേ ഉള്ളൂ അല്ലേ. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ പിടിക്കൂല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഷെയറിനെ കാണിക്കാം. 2 ഇലക്ട്രോൺ വേണ്ടേ? ഇതിന് ഒന്നുകൂടി കിട്ടിയാൽ 2 ആയില്ലേ. അപ്പൊ ആ ഷെയറിങ്, മ്യൂച്വൽ ഷെയറിങ്. അപ്പൊ 2 ആയില്ലേ. ഇതിന് 2 ആയി, ഇതിന് 2 ആയി. എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഓരോ ഇലക്ട്രോണുകൾ വീതം ഷെയർ ചെയ്തിട്ട് മോളിക്യൂൾ ആയിട്ട് മാറുന്നു. അതായത് H സിംഗിൾ ബോണ്ട്. അതാണ് H2 ലെ ബോണ്ടിങ്. ഓക്കെ, അപ്പൊ H2 എന്താ? H സിംഗിൾ ബോണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് Cl2. Cl2 2 ക്ലോറിൻ ആറ്റം ആണല്ലോ. ഇനി ഒരു ക്ലോറിൻ ആറ്റം നമ്പർ എത്രയാ? 17. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7 2 8 7. ഡോട്ട് ഡയഗ്രാം വരക്കാം. എത്ര ലാസ്റ്റ് ഷെല്ലിൽ? 7. അപ്പൊ എത്ര ഡോട്ട് വേണം? 7 2 4 6 7 2 4 6 7. അപ്പൊ എത്ര വേണം? 1 വേണം. അപ്പൊ എന്ത് ചെയ്യും? ഓരോ ഇലക്ട്രോണുകൾ ഷെയർ ചെയ്യും. അങ്ങനെ അവർക്കിടയിൽ സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. Cl2 Cl സിംഗിൾ ബോണ്ട് ഈസ് Cl2. ക്ലിയർ ആയ? ഇപ്പൊ ക്ലിയർ ആയ? സംശയമില്ലല്ലോ. പറയാ. അപ്പൊ നിങ്ങൾ പറ, എന്താണ് F2? F2 is the F of single bond, HH single bond, Cl single bond, OO double bond, NN triple bond. അവിടെ ഒത്തില്ല. അപ്പൊ സാധാരണ ഇപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം എന്താണെന്ന് വരും. അയോണിക് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് ഡിഫറെന്റ് ആറ്റങ്ങൾക്കിടയിലല്ലേ. NaCl സോഡിയമും ക്ലോറിനും, മഗ്നീഷ്യം ക്ലോറൈഡ് MgCl2. പക്ഷെ കോവാലന്റ് ബോണ്ട് എല്ലാം ഉള്ളത് ഒരേപോലുള്ള ആറ്റങ്ങൾക്കിടയിലല്ലേ. F2 2 ക്ലോറിൻ ആറ്റങ്ങൾ, H2 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ. അതിന്റെ കോവാലന്റ് ബോണ്ട് ഡിഫറെന്റ് ആറ്റങ്ങൾക്കിടയിൽ വരൂലേ.
സ്വാഭാവികമായിട്ടും വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വരും. ഡിഫറെന്റ് ആറ്റങ്ങൾക്കിടയിലും കോവാലന്റ് ബോണ്ട് വരും, ഒരേപോലുള്ള ആറ്റങ്ങൾക്കിടയിൽ മാത്രമല്ല. അപ്പൊ ഞാൻ ഡിഫറെന്റ് ആറ്റങ്ങൾക്കിടയിൽ കോവാലന്റ് ബോണ്ട് വരുന്നതിന് എക്സാമ്പിൾ എന്റെ കുഞ്ഞൊക്കെ പറഞ്ഞിട്ടെയോ? നോക്കോ, നമ്മള് ലാബിലെല്ലാം കാണുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലോ, HCl. അതെന്തായോ? അത് കോവാലന്റ് ബോണ്ടുള്ള കോമ്പൗണ്ട് ആണ്. എങ്ങനെ നോക്കോ, HCl എങ്ങനെയാ ഫോം ചെയ്യാ? ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ടല്ലേ? ആണല്ലോ. എങ്ങനെ അത് കമ്പൈൻ ചെയ്ത് നോക്കാം? ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയാണോ, ഇലക്ട്രോൺ ഷെയറിംഗ് വഴിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ് ഹൈഡ്രജന്റെ കോൺഫിഗറേഷൻ? 1. ക്ലോറിന്റേതോ? നേരത്തെ കണ്ടു, 2 8 7. അപ്പൊ ഇതിൽ എത്ര വേണം? 1. എത്ര ഡോട്ട് വേണം? 7 7. ഇതൊരു ഇലക്ട്രോൺ അങ്ങോട്ട് ലോസ് ചെയ്യോ? അപ്പൊ ഇലക്ട്രോൺ ഇല്ലാതായില്ലേ? കോൺഫിഗറേഷൻ ഉണ്ടോ? ഐ മീൻ സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല. പക്ഷെ ഇതിന് 8 കിട്ടും. കിട്ടാൻ ഇയാൾ കൊടുക്കൂലല്ലോ. അപ്പൊ എന്ത് വേണം? ഇയാൾക്കും 1 വേണം, ഇയാൾക്കും 1 വേണം. ഇയാൾക്ക് ഡുപ്ലറ്റ് ആണ് വേണ്ടത്, ഇയാൾക്ക് ഒക്ടറ്റ് ആണ് വേണ്ടത്. ഇയാൾക്ക് ഡുപ്ലറ്റ്, ഇയാൾക്ക് ഒക്ടറ്റ്. അതിന് ഇയാൾക്ക് 1 വേണം, ഇയാൾക്ക് 1 വേണം. എന്ത് ചെയ്യും? അപ്പോൾ ക്ലോറിൻ വഴി പറഞ്ഞു കൊടുത്തു, നമുക്ക് ഷെയർ ചെയ്യാം, പേരാവാം. എങ്ങനെ നോക്കോ, ഇതാ ഹൈഡ്രജൻ ഈ ഒരു ഇലക്ട്രോൺ ക്ലോറിനുമായിട്ട് ഷെയർ ചെയ്യും. അപ്പൊ എത്ര ഇലക്ട്രോൺ ആയ ഹൈഡ്രജന്? 1 2 കിട്ടിയില്ലേ? ഇനിയോ ക്ലോറിൻ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. കാരണം എന്താ? ഷെയറിംഗ് മ്യൂച്വൽ ആവണം. അപ്പൊ 8 ആയില്ലേ? 2 4 6 7 8. 2 പേർക്ക് 8 ആയി. അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലെ ബോണ്ട് ഏതാ? കോവാലന്റ് ബോണ്ട്. അതിൽ എത്ര ഇലക്ട്രോൺ ഷെയർ ചെയ്തു? 1 ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തു. എങ്കിൽ ഏത് തരം കോവാലന്റ് ബോണ്ടാ? സിംഗിൾ ബോണ്ട്. അതായത് HCl എന്ന് പറഞ്ഞാൽ HCl സിംഗിൾ ബോണ്ട്. ഹൈഡ്രജനെയും ക്ലോറിനെയും ഒരു കയറിൽ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, H2O, അവിടെ നോക്കാം. H2O എങ്ങനെയാണ് നോക്കാം. നമ്മൾ കുടിക്കുന്ന വെള്ളം അയോണിക് ആണല്ല കോവാലന്റ് ആണോ നോക്കാം. H2O ഏതൊക്കെ ആറ്റങ്ങൾ ഉള്ളത്? 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ ഉണ്ട് അല്ലെ? 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1. ഓക്സിജൻ ആറ്റം എത്ര? ആകെ 1 മാത്രം. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. ഇനി ഡോട്ട് ഡയഗ്രാം എന്താ? ഇതിൽ 1. ഇതിന്റെ കോൺഫിഗറേഷൻ എന്താ? 2 6. ഡോട്ട് എത്ര വേണം? മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ. പറ, എത്ര ഡോട്ട് വേണം? യെസ്, 6 എണ്ണം വേണം. ഇനി ഷെയറിംഗ് കാണിക്കാം. എത്ര ഹൈഡ്രജൻ? 2. 1 2. ഓക്സിജനോ? 1. എത്ര അവസാനത്തെ ഷെല്ലിൽ ഇലക്ട്രോൺ? ഓക്സിജന്റെ 6. 2 4 6. ഓക്സിജനിലോ 1. സോറി, ഹൈഡ്രജനിലോ 1. ഇവിടെയോ 1. ഈസി അല്ലേ? ഷെയറിംഗ് ഈസി അല്ലേ? ഇതിന് എത്ര ഇലക്ട്രോൺ വേണം? 1 വേണം. അത് ഇതുമായിട്ട് ഷെയർ ചെയ്യുന്നു. 2 ആയില്ലേ? മുണ്ടടാ. രണ്ടായിട്ടാ 2. പക്ഷെ എന്തായാലും ഷെയറിംഗ് എന്താണ്? മ്യൂച്വൽ ആവണം. അതായത് ഇതിന്റെ ഒരു ഇലക്ട്രോൺ ഓക്സിജന് കൊടുക്കണം. നിങ്ങൾ കേൾക്കുന്നുണ്ടോ തന്നെ? നല്ല കുഞ്ഞോള്. ഈ ഹൈഡ്രജൻ എത്രയായി? മുണ്ടെന്നില്ലല്ലോ. ഹൈഡ്രജൻ എത്രയായി? 2. ഈ ഓക്സിജൻ എത്രയായി? 2 4 6 7. ഓക്കെ, 7 മതിയാ? 8 വേണ്ടേ? അപ്പൊ എന്താണെന്ന് അറിയോ? ഈ ഓക്സിജൻ ഈ ഒരു ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യും. ഇപ്പൊ എത്രയായി ഓക്സിജന്?
2 4 6 8. ഹൈഡ്രജനോ ഒന്നല്ലേ ഉള്ളൂ. എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. എത്ര? 1. ഇപ്പൊ എല്ലാവർക്കും അതിന്റെ ആവശ്യം പൂർത്തിയാക്കപ്പെട്ടില്ലേ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോടോ കുഞ്ഞോൾ. എല്ലാവർക്കും അതിന്റെ ആവശ്യം പൂർത്തിയാക്കില്ലേ? എന്താണ്? ഹൈഡ്രജന്റെ 2 ഇലക്ട്രോൺ, ഈ ഹൈഡ്രജന് 2 ഇലക്ട്രോൺ, ഈ ഓക്സിജനോ 2 4 6 8. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഏത് ബോണ്ടുകളാ ഫോം ചെയ്തത്? സിംഗിൾ ആണോ ഡബിൾ ആണോ? നോക്കേ, 1 ഇലക്ട്രോൺ വേറെ ഷെയർ ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്, ഇവിടെ ഒരു സിംഗിൾ ബോണ്ട്. അതായത് H2O എന്ന് പറയുന്നത് H സിംഗിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H. ഇതാണ് H2O. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം എന്താണ്? അതേ കോവാലന്റ് ആണ്. അത് 2 കോവാലന്റ് ബോണ്ട് ഉണ്ട്. ഓരോ സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് അല്ല, ഓരോ സിംഗിൾ ബോണ്ടുകൾ. ഒരു സിംഗിൾ ബോണ്ടിൽ ഒരു ഹൈഡ്രജനും ഓക്സിജനും, അടുത്ത സിംഗിൾ ബോണ്ടിൽ ഹൈഡ്രജനും ഓക്സിജനും. ഒക്കെ വരക്കാൻ പറ്റുമല്ലോ, കുഴപ്പമില്ലല്ലോ, ഷെയർ ചെയ്യാൻ അറിയാമല്ലോ. ഇനി അടുത്തത് ഒരു എക്സാമ്പിൾ കൂടി പറയാം. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി പറയാം. HCl ക്ലിയർ ആയി, H2O ക്ലിയർ ആയി. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി കോവാലന്റ് ബോണ്ടിന്റെ കേസിൽ പറയാം. അതായത് വ്യത്യസ്ത ആറ്റങ്ങൾക്കിടയിലും കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാറുണ്ട് എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ കൂടി. ഓക്കെ, ഒന്നേതാ പറഞ്ഞത്? എക്സാമ്പിൾ H2O. വേറെ എന്താ പറഞ്ഞത്? H2O. അടുത്ത എക്സാമ്പിൾ ആണ് CCl4. അതിന്റെ പേരാണ് കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ ടെട്രാ എന്ന് വെച്ചാൽ 4 ക്ലോറിൻ, കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പൊ എങ്ങനെ ഫോം ചെയ്തിട്ടുണ്ടാവും? ഒരു കാർബണും 4 ക്ലോറിനും ചേർന്നിട്ടാണ്. സംശയമില്ലല്ലോ. ഒരു കാർബണും 4 ക്ലോറിനും. ഒരു കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? എത്ര? അറ്റോമിക് നമ്പർ 6. അപ്പൊ കോൺഫിഗറേഷൻ എന്താ? 2 4. ഒരു ക്ലോറിന്റെ അറ്റോമിക് നമ്പർ എത്രയാ? ഒരു കാർബണിന്റെ അറ്റോമിക് നമ്പർ 6. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 4. ക്ലോറിന്റെ എത്രയാ? 17. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 8 7. അപ്പൊ 4 ക്ലോറിൻ ആറ്റം ഉണ്ട്, ഒരു കാർബൺ ആറ്റം ഉണ്ട്. അവർ അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കിക്കോ. കാർബൺ 1, ക്ലോറിൻ 2 3 4. ഡോട്ട് ഡയഗ്രാം പറയാനോട്. കാർബണിന്റെ ലാസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്? 1 2 3 4. ക്ലോറിന്റെയോ 7 അല്ലെ? 1 2 4 6 7. കണ്ടല്ലോ? 1 2 4 6 7. ഓക്കെ, 2 4 6 7. 2 4 6 7. നിങ്ങൾ പറയെന്താ? നമ്മളെ കാർബൺ എത്ര വേണം? 4 ഇലക്ട്രോൺ വേണം. പക്ഷെ ഓരോ ക്ലോറിൻ എത്ര മതി? ഓരോ ഇലക്ട്രോൺ വീതം മതി. അപ്പൊ എന്താണെന്ന് അറിയാം? ഓരോ ക്ലോറിനും ഇതാ ഈ ഒരു ക്ലോറിൻ കാർബണിന്റെ 1 ഇലക്ട്രോൺ ഷെയർ ചെയ്യും. നോക്ക്, ഇപ്പൊ 8 2 4 6 8. പക്ഷെ ഷെയറിംഗ് എന്താവണം? മ്യൂച്വൽ ആവണ്ടേ? അതായത് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് ഒരു ഇലക്ട്രോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു ഇലക്ട്രോൺ കൊടുക്കണം. അപ്പൊ കാർബൺ എത്രയായി? 1 2 3 4 5 ആയി. 8 അല്ലേ വേണ്ടത്? 5 ആയി. 4 ഉണ്ടായാൽ 5 ആയി. ഇത് 8 ആയി. ഇനി ക്ലോറിന്റെ കാര്യത്തിലേക്ക് പോവാം. എത്ര എണ്ണം ഉണ്ട്? 2 4 6 7. എത്ര എണ്ണം വേണം കുഞ്ഞോളെ? 1 വേണം. അതിന്റെ ഈ ഒരു ഇലക്ട്രോണ് ഷെയർ ചെയ്യും. ഇപ്പൊ ടൈമില്ലേ 2 4 6 8. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടൊന്ന് വാങ്ങിയാൽ അങ്ങോട്ടൊന്ന് കൊടുക്കണ്ടേ? അതായത് ഈ ഒരു ഇലക്ട്രോൺ കാർബൺ കൊടുക്കും. ഇപ്പൊ കാർബണിന്റെ കാര്യം നോക്കിയേ. 1 2 3 4 5 6 6ആയി. 4 ഉള്ളത് ഇപ്പൊ 6ആയി. ഇനി ഈ ക്ലോറിനിലേക്ക് വാ. ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 2 4 6 7. എത്ര എണ്ണം വേണം? 1 കൂടി വേണം. അത് ഈ ക്ലോറിൻ കാർബണിൽ നിന്ന് ഷെയർ ചെയ്യും. ഇതാ നോക്കോ,
8ആയില്ലേ? 2 4 6 8. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് വാങ്ങിയാൽ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണമല്ലോ ഒന്നുകൂടി. അപ്പൊ എന്താണ്, ഈ ഒരു ഇലക്ട്രോൺ കാർബൺ കൊടുക്കും. ഇതാ കാർബൺ കൊടുക്കും. ഇപ്പൊ കാർബൺ നോക്ക് 2 4 6 7 ആയി, ഒന്നുകൂടി വേണം. അപ്പൊ ഇനി ഈ ക്ലോറിനോ, അതിനൊന്ന് വേണ്ടേ? അതിവിടെ ഷെയർ നോക്കോ, ഷെയർഡ്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു ഇലക്ട്രോൺ കാർബൺ കൊടുക്കും. ഇപ്പൊ എല്ലാവരും ആവശ്യം പൂർത്തിയായില്ലേ? നോക്കടാ കുഞ്ഞോളെ, 2 4 6 8 2 4 6 8 2 4 6 8 2 4 6 8 എല്ലാ ക്ലോറിനും 8 ആയി. ഇനി കാർബണിലേക്ക് വാ. കാർബണിന്റെ ചുറ്റും 2 4 6 8 എല്ലാം 8 ഇലക്ട്രോൺ ആയി. അപ്പൊ എങ്ങനെയാ അവിടെ 8 ഇലക്ട്രോൺ ആയത്? ഓരോരുത്തർക്ക് 8 ആയത് എങ്ങനെയാ? ട്രാൻസ്ഫർ വഴിയാണോ? അല്ല, ഷെയറിംഗ് വഴി. എന്താണ്, ഓരോ ക്ലോറിനും കാർബൺ എടുക്കും ഓരോ ഇലക്ട്രോൺ പേര് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ ബോണ്ട് എങ്ങനെ വരക്കാം? സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്. അതായത് CCl4 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. CCl4 എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബോണ്ട് ഏതാണ്? ഇങ്ങനെയാണ് അവിടുത്തെ ബോണ്ട്. ക്ലിയർ ആയോ? 4 കോവാലന്റ് ബോണ്ടുകളാണ് അവിടെ ഉള്ളത്. CCl4 4 കോവാലന്റ് ബോണ്ട്. അപ്പോ H2O 2 കോവാലന്റ് ബോണ്ട്, HCl 1 കോവാലന്റ് ബോണ്ട്, CCl4 4 കോവാലന്റ് ബോണ്ട്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ കോവാലന്റ് ബോണ്ടുള്ള ഒരുപാട് കോമ്പൗണ്ടുകളെ കുറിച്ച് പറഞ്ഞു. കോവാലന്റ് ബോണ്ടുള്ള കോമ്പൗണ്ടുകളെ പറഞ്ഞ പേരാണ് കോവാലന്റ് കോമ്പൗണ്ട്സ്. കോവാലന്റ് കോമ്പൗണ്ട്സ്. അപ്പൊ നമുക്ക് അയോണിക് ബോണ്ടും കോവാലന്റ് ബോണ്ടും ഒന്ന് കമ്പയർ ചെയ്യാം. അയോണിക് ബോണ്ടിൽ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വഴിയാണ് ഉണ്ടാകുന്നത്. അയോണിക് ബോണ്ട് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വഴി. കോവാലന്റ് ബോണ്ട് ഇലക്ട്രോണിന്റെ ഷെയറിംഗ് വഴി. ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വഴി, ഇലക്ട്രോണിന്റെ ഷെയറിംഗ് വഴി. സംശയമില്ലല്ലോ. അയോണിക് ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ് അയോണിക് കോമ്പൗണ്ട്സ്. കോവാലന്റ് ബോണ്ടുള്ള കോമ്പൗണ്ടുകളാണ് കോവാലന്റ് കോമ്പൗണ്ട്സ്. ഓക്കെ, സാധാരണയായിട്ട് ശ്രദ്ധിക്കണം. സാധാരണയായിട്ട് അയോണിക് ബോണ്ട് ഉണ്ടാവുന്നത് അയോണിക് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് മെറ്റൽസിലാണ്. ഇതുണ്ടാവുന്നത് നോൺ മെറ്റൽസിലാണ്. ഓക്കെ, സോ formed by the transfer of electrons, formed by the sharing of electrons. Okay, then formed in metals, formed in non-metals. Okay, then the compounds are called ionic compounds, the compounds are called covalent compounds. Okay, then ഇനി അടുത്ത സെക്ഷനിലെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ.